ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ 6ാം ക്ലാസ്സിന് ഖുർആൻ ഹിഫ്ളാണ് എക്സാം. അവർക്ക് സിലബസ് പ്രകാരം ഈ എക്സാമിനിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് സൂറത്തുൽ അറാഖ്, പിന്നെ സൂറത്തുൽ അൻഫാൽ, സൂറത്തു തൗബ എന്നീ സൂറത്തുകളാണ് സിലബസ് പ്രകാരം നിങ്ങൾക്ക് വന്നത്. അപ്പം അതിൽ നിന്ന് ആ സൂറത്തിൽ നിന്ന് ഏതാനും ആയത്തുകളാണ് നിങ്ങളെ ഓദിക്കുക, നോക്കി ഓതുക. സിലബസ് പ്രകാരം ഹിഫ്ലിന് വരുന്നത് സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ കാരിയ, സൂറത്ത് മുത്തക്കാസുർ, സൂറത്തുൽ ഫീൽ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഖുറൈശ്, സൂറത്തുൽ മസദ്, ഇഖ്ലാസ്, നാസ്, അതൊക്കെയാണ് സൂറത്തുകൾ വരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഹിഫ്ലിന് ചോദ്യങ്ങൾ വരിക. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യപേപ്പറിൽ വന്നത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സൂറത്തുൽ അൻആമാണ് നോക്കി ഓതാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ സൂറത്തുൽ അൻആം സിലബസ് പ്രകാരം നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിൻ്റെ മുമ്പ് എടുത്ത് തീരേണ്ട ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് സൂറത്തുൽ അൻആം ഈ പ്രാവശ്യം എക്സാമിന് ഓതിക്കൂല എന്ന് കരുതാം, എന്നാലും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഓതി കൊടുക്കുമ്പോൾ നമ്മൾ മഹാരിജുൽ ഹുറൂഫ്, തജ്വീദിൻ്റെ നിയമങ്ങൾ, പിന്നെ ശൈലി, ഖുർആൻ ഓത്തിൻ്റെ രീതി, ഈണത്തിലൊക്കെ ഓതി കൊടുക്കുക. ശബ്ദമാധുര്യത്തിലൊക്കെ ഓതി കൊടുത്താൽ നമുക്കവിടെ മാർക്ക് ഫുള്ള് കവർ ചെയ്യാം. പിന്നെ ഇവിടെ ഹിഫ്ലിൻ്റെ ഭാഗം വന്നത് അലന്തറ കൈഫ ഫഅല റബ്ബുക സൂറത്തുൽ ഫീലിൽ നിന്നാണ് വന്നത്. പിന്നെ സൂറത്തുൽ ഖുറൈശ്, സൂറത്തു തീന്, ലുഹ, സൂറത്ത് മുൽക്ക് സൂറത്തിൽ നിന്ന്, അങ്ങനെയൊക്കെ ഏതാനും ആയത്തുകളാണ് വന്നത്. മുൽക്കിൽ നിന്നാണ് കുറേ ഭാഗങ്ങൾ വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൽക്ക് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതിൽ യാസീന് കാണുന്നില്ല. അപ്പോൾ യാസീന് നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച യാസീനാണ്. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക. നിങ്ങളെ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടാൽ നമുക്ക് ഓതി കൊടുക്കാൻ കഴിയണം. ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.